ഹലോ. ഹലോ. ആ ലിയാഖത്തുൽ സാഹിബ്, ആ. ഞാനിപ്പോ വിളിക്കുന്നത്, നിങ്ങൾ ഇന്നലെ ഒരു ക്ലിപ്പ് വിട്ടല്ലേ, ഒരു ഫോൺ കോള് ആ. രാത്രി. ഉം. ഞാൻ രാത്രിയൊക്കെ കേട്ടത്. അപ്പൊ ഉം. അതിൽ ഏതൊരു വേസങ്കാർക്ക് നിങ്ങളോട് സംസാരിക്കണ്ടല്ലോ. ആ. അപ്പൊ അയാൾ വളരെ മോശമായി സംസാരിക്കുമ്പോ നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വിധങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ. ആ. ഞാൻ അതെന്ത്? നബിതങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, അയാളോട് ഒരു സംശയം ചോദിച്ചല്ലേ. അല്ല, അയാൾ നിങ്ങളെ പറ്റി വളരെ മോശമായിട്ട്, മൂപ്പര് ഒരു മുസ്ലിം തന്നെ അല്ല, കാരണം മൂപ്പര് തന്നെ സംസാരത്തിനൊന്നും ഒരു വ്യക്തത ഇല്ല. ഉം. മുസ്ലിം എല്ലാം പറയാൻ നാമധാരിയാണ്. ഉം. എന്തൊക്കെയോ ഒരു അസുഖങ്ങളോ മാനസിക എന്തൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ശരിക്കും സംസാരിക്കരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്കങ്ങനെ അതൊന്നും തോന്നിയില്ല. അയാള് സംസാരിച്ചു തുടങ്ങിയപ്പോ ഒന്നും അയാള് മാനസികമുള്ള പോലെ അല്ല സംസാരിച്ചത്. ഉം. അല്ല, അതിപ്പോ നിങ്ങളെ തെറി വിളിക്കണ്ടോ അങ്ങനെ പലതും ഉണ്ടല്ലോ, അമ്മാനി ബാപ്പാനി. തെറി വിളിക്കണത് ഇപ്പം എന്നെ പണ്ടൊരു ബാക്കവി വിളിച്ച് തെറി വിളിച്ച് എന്ത് ചെയ്യാൻ പറ്റാ. അല്ല, അതല്ല ഇത് എന്നൊക്കെ മുഹമ്മദ് പറഞ്ഞാല്. അലി ബാക്കവിയോ മുഹമ്മദ് കുഞ്ഞി ബാക്കവിയോ വിളിച്ചിട്ട് അല്ല, അത് സംസാരിച്ചിട്ട് ശരിയാവണില്ല തോന്നിയ പിന്നെ എന്റെ കയ്യിലുള്ളത് തെറി വിളിയല്ലേ. ബാക്കയാണെങ്കിലും പൈസയാണെങ്കിലും ബുദ്ധിന്റെ ലെവല് തെറ്റിയ ആൾക്കാര്, അവരുടെ സംസാരം ആ ഒരു ശൈലി പോകുന്നത് കണ്ടാൽ തന്നെ നമുക്ക് തിരിയും ഇയാളെ പോക്ക് എങ്ങട്ടാന്നുള്ളത്. ആ. അപ്പൊ ഞാൻ ചുരുക്കി പറയാം, എന്റെ ഇപ്പത്തെ വിഷയം അങ്ങനെ ഒരാളെ നിങ്ങൾ ആക്ഷേപിച്ച് അതിന്റെ പ്രതിരോധിക്കാൻ നബിയെ പറ്റി പറയാന്നുള്ളത്, ഉം. അത് വളരെ മോശമുള്ള ഒരു ഞാൻ അതിന് സംസ്കാരം. എന്താ നബിനെ പറ്റി മോശം പറഞ്ഞത്? നിങ്ങൾ പറയുന്നുണ്ട് മുഹമ്മദിന്റെ അങ്ങനെ എന്തൊക്കെ നിങ്ങൾ അവനെ പ്രതിരോധിക്കുന്നതിന് നേരെ അല്ല, നബിനെ. എന്താണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോളി. അതൊക്കെ റെക്കോർഡിൽ ഉണ്ടാവുമല്ലോ. ഉണ്ട്. എനിക്കിപ്പോ അതോടെ ഞാൻ ചോദിച്ചേ. നിങ്ങളൊന്ന് കേട്ടാൽ മനസ്സിലാവും. ഞാനത് കേട്ടിട്ടാണ് പിന്നെ അപ്ലോഡ് ചെയ്യണത്. അത് ശരിക്കൊരു ഇതുവരെ നിങ്ങൾ കാത്തു സൂക്ഷിച്ച സംസ്കാരത്തിന്. എന്താണ് സംസ്കാരത്തിന്റെ പ്രശ്നം? ഇങ്ങോട്ട് വിളിച്ചിട്ട് അതായത് മൂപ്പരെ നിങ്ങൾക്ക് പ്രതിരോധിക്കാം, പക്ഷെ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയായ മുഹമ്മദ് നബി നിങ്ങൾ വല്ലാതെ മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലേ അയാളെ വിളിച്ച് ചീത്തയൊക്കെ വിളിക്കണേ. ഇല്ല, അത് മൂപ്പര് പറഞ്ഞല്ലേ, ഞാനൊരു മതവിശ്വാസിയല്ല, അങ്ങനത്തെ കുറെ സൂചനകൾ മൂപ്പര് സംസാരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ? ചേകൻ ഞാൻ ചേകന്നൂരാണ്, മറ്റേതാണ്, അങ്ങനെ പലതും മൂപ്പര് സംസാരത്തിലുണ്ട്. അല്ല, അങ്ങനെയൊക്കെ മറ്റാൾക്കാര് അയാളെ കുറിച്ച് പറയാറുണ്ട് എന്നാ പറഞ്ഞത്. അയാൾ അങ്ങനെയാണെന്നല്ല. അല്ല, മൂപ്പര് പറഞ്ഞല്ലേ, ഇങ്ങക്കാണ് പഴയ മതത്തിലെ സംസ്കാരം ഉള്ളത് എന്നൊക്കെ തിരിച്ച് നിങ്ങളോട് ചോദിക്കണ്ടല്ലോ. ഉം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇസ്ലാമിന്റെ ചില സ്വഭാവങ്ങളിൽ ഉണ്ടെന്നാണ് മൂപ്പര് നിങ്ങളോട് തിരിച്ച് ചോദിക്കുന്നത്. അപ്പൊ തന്നെ മൂപ്പര് അതല്ല എന്ന് മനസ്സിലാക്കിക്കൂടെ? എങ്ങനെയാ, അത് എനിക്ക് മനസ്സിലായില്ല. അയാള് പിന്നെയും അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ വാട്സപ്പ് മെസ്സേജുകളും ചാറ്റുകളൊക്കെ അയച്ചിട്ടുണ്ട്. അത് അതൊക്കെ അങ്ങനത്തെ ഞങ്ങൾക്ക് ഒരാളൊന്നും വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. അല്ല. നമുക്ക് ടെക്സ്റ്റുകളാണ്. അതായത് ഒരു പൊതു പ്ലാറ്റ്ഫോമിലാവുമ്പോൾ ഇത്രയും സംസാരങ്ങളും ഒന്നും എന്ത് ചെയ്യരുത്. ഉം. അത് നിങ്ങള് ഇത് ചെയ്യരുത്, പബ്ലിഷ് ചെയ്യരുത്. കാരണം അതിൽ നിങ്ങളെ ഉമ്മാനും ബാപ്പാനൊക്കെ പറയുന്നത് അതൊക്കെ ഇത് ഉണ്ടല്ലോ. ഇത് 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 ആദ്യത്തെ സംഭവമല്ല. ഇത് വിശ്വാസികളുടെ ഒരു പൊതു രീതിയായിട്ട് കാണുകയാണ്. ഞാൻ എത്ര അനുഭവിക്കുന്നു, എത്ര പ്രയാസം. അല്ല, അതല്ല ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് ആരാണ്? ഇവര് മനുഷ്യരെ പോലെ, വിശ്വാസം ഉപേക്ഷിച്ച ഒരു മനുഷ്യരെ പോലെ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു രീതിയില് ഈ വിശ്വാസികളെ ഇളക്കി വിടുന്നതിൽ ഇവിടുത്തെ മൂല്യന്മാർക്ക് പങ്കില്ലേ? സംഘടനകൾക്ക് പങ്കില്ലേ? ഇല്ല ഇല്ല, ഇപ്പൊ നിങ്ങളോട് ഞാൻ മുമ്പ് സംസാരിച്ച ആളാണ്. ഉം. നിങ്ങൾക്ക് ഇനി ഓർക്കുണ്ടാന്ന് അറിയില്ല, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഉം. അതിലൊന്നും നമ്മൾ എന്തില്ല, അല്ല, ഒരു നിങ്ങൾ വിഷയം വ്യക്തികളുടെ അല്ല ഞാൻ പറഞ്ഞ, സംഘടനകൾ പൊതു 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 ചെയ്യും. രീതിയായിട്ട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ. അത് ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ കുഴപ്പങ്ങളാണ്, അല്ലാതെ മതവുമായി അതിനെന്തില്ല, ബന്ധമില്ല. ഉണ്ട്. മതം പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം നീതികളാണ് എല്ലാ മതവുമായിട്ട് കാര്യങ്ങളും. ബന്ധമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പണ്ട് പാലക്കാടുള്ള ഒരു ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു ന്യൂജൻ ദാഴിയുണ്ട്. ഉം ഉം അയാൾ ഉം ഇതുപോലെ ആളുകളെ തെറി വിളിച്ച സമയത്ത്, ഉം ഈ ഉം. തെറി വിളിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് മാതൃകയാണ് ഇസ്ലാമിലുള്ളതെന്ന് വിശ്വാസികളിൽ ഒരാൾ അയാളോട് ചോദിച്ചു. അതെ, അത് ശരിയാണ്. അപ്പൊ അയാള് ഉം പറഞ്ഞു ഉണ്ട്, മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉം ഉം. അയാള് ഇംഗ്ലണ്ടില് ദഅവത്ത് നടത്തുന്ന മുഹമ്മദ് ഹിജാബിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടു. ആ, ആ ആ, ആ. ആ വീഡിയോയില് ഹിജാബ് ഉദ്ധരിക്കുന്ന ഹദീസാണ് തെളിവ് എന്നാണ് പറഞ്ഞത്. ഹദീസ് ആ നോക്കുമ്പോ ദിവസം സഹിഹാണ്. അല്ല, അതൊന്നും ഇങ്ങോട്ട് വിട്ടു തരിക, അല്ലെങ്കിൽ ഒന്നിപ്പോ പറയച്ചോ ചെയ്താൽ നമ്മക്കൊന്ന് നോക്കിയേനെ. അത് കാരണം ഹദീസ് നമ്മള് ഉണ്ട്. അതായത് ഹുദൈബിയ സന്ധിയുടെ സമയത്ത്
ഹുദൈബിയ സന്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഉറുവയോട് അബൂബക്കർ നബിയുടെ സാന്നിധ്യത്തിൽ പറയുന്നതാണ് അയാൾ തെളിവ് ധരിക്കുന്നത്. നമ്മള് ഖുർആനിൽ എന്താ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസനാന്ന്. അതായത് അത് ഖുറാനിലുണ്ട്, പക്ഷെ അത് എവിടെയും കാണുന്നില്ല, പ്രയോഗത്തിൽ കാണുന്നില്ല. അതാണ് പ്രശ്നം. അതിപ്പോ നിങ്ങള് ഇന്ത്യക്ക് എന്തെങ്കിലും അപമര്യാദ അല്ല, നിങ്ങള് എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടെന്നേ ഇങ്ങനെ നല്ല ആൾക്കാരും മോശം മനുഷ്യന്മാരും. അപ്പൊ പിന്നെ പക്ഷെ ഞാൻ പറയുന്നത് ഈ മോശം പറയുന്ന ആളുകൾക്ക് മതത്തിൽ മാതൃകയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല, അത് ഏതെങ്കിലും ഈസ ഹിജാബോ ഇട്ടത് എനിക്ക് രണ്ടാളെ അറിയില്ല, പക്ഷെ അതന്നെ അതൊന്നും തെളിവാവൂല. അത് നമുക്ക് ഹദീസിന്റെ എന്താ കഥ മുഹമ്മദിന്, അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ പിന്നെ ദേവതമാരെ അല്ലെങ്കിൽ അവരുടെ ആരാധ്യ വ്യക്തികളെ ചീത്ത വിളിക്കരുത് എന്ന് ആക്ഷേപിക്കരുത്, അങ്ങനെ ആക്ഷേപിച്ച അവര് നമ്മളെ ആക്ഷേപിക്കും എന്ന് പറഞ്ഞിട്ട് ആയത്തിറങ്ങിയതിന് ശേഷം പിന്നെയും വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് നബിയും സംഘവും ഹുദൈബിയയിൽ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ ഉറുവ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന തെറിയാണ്. ഉറുവയോട് പറയുന്ന തെറി അവരുടെ ദൈവത്തെ ചേർത്ത് വിട്ട്. അതിനകത്ത് നമുക്ക് കട്ടിങ് കിട്ടുമ്പോഴാണ് അതൊന്ന് ഇത് ആക്കാൻ പറ്റുള്ളൂ. ഒന്ന് അതിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ എന്റെ തീരുമാനം പറയുകയാണെങ്കിൽ എന്റെ ഒരു കട്ടിങ് കിട്ടണം. അതിന്റെ കട്ടിങ് കിട്ടും. ഞാൻ ഇപ്പൊ ഡ്രൈവിംഗിലാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ റെഫറൻസ് തന്നെ അയച്ചു തന്നേനെ. എന്റെ വാട്സപ്പിക്ക് വിട്ടോളി. ഇതിപ്പോ ഞാൻ അങ്ങനെ ഒരു റെക്കോർഡ് കോൾ എന്നുള്ള സംസാരിച്ചതല്ല. ഇത് ഇത്രയും ഇതൊന്നും അപ്ലോഡ് ചെയ്യുന്നതിൽ കേൾക്കുന്നവർക്ക് തന്നെ അതൊരു അല്ല, കേൾക്കുന്നവർക്ക് ഒരു മൂല്യന്മാർക്ക് മൊത്തത്തിൽ വിശ്വാസികള്, ഞാൻ പറയണത് ഇവിടുത്തെ മതസമൂഹം, പണ്ഡിത സമൂഹം, അലിയാർ കാസിമി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രബലരായിട്ടുള്ള മതപ്രഭാഷകർ, ആളുകൾക്കിടയിൽ സ്വാധീനമുള്ള മതപ്രഭാഷകർക്ക് മതവിമർശനം നടത്തുന്നവരോടോ മതവിശ്വാസം നഷ്ടപ്പെടുന്നവരോടുള്ള പൊതു സമീപനം എന്താണ്? അവർ ഏത് തരത്തിൽ പിന്നെ മതവിശ്വാസം ഇല്ലാത്തവരോട് സംവദിക്കണം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ സംസാരത്തിൽ അവരെന്താ ഉൾപ്പെടുത്തുന്നത്? അത് കണ്ടിട്ടല്ലേ ഈ വിശ്വാസികൾ, സാധാരണ വിശ്വാസികൾ പ്രചോദനം ഉൾക്കൊള്ളുന്നത്. നമ്മള് ഓരോരുത്തരെ വ്യക്തികളെ പറയുന്നതിന് പകരം ഇസ്ലാമിന്റെ പൊതുതത്വം, ഇസ്ലാമിന്റെ പൊതുതത്വമാണ് ഇപ്പൊ ഞങ്ങളോട് ഇപ്പൊ ഹദീസിൽ പറഞ്ഞത്. ആശയത്തോട് നേരിടുക എന്നുള്ളതാ. അത് ചീത്ത വിളിക്കാമെന്നാണ് അവര് പറയണത്. ചീത്ത വിളിക്കുന്നവര് പറയണത് ചീത്ത വിളിക്കാം. ഇസ്ലാമിനെ എതിർക്കുന്നവരെ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കാന് റൈറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് അവര് പറയുന്നത്. അതിലൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഇല്ല, അത് നമുക്ക് വേറൊരു ചരിത്രത്തിൽ നിന്ന് അത് അങ്ങനെ ഇല്ലാന്ന് മനസ്സിലാക്കാം. ഒരു മഹാന് ഒരു നായന്റെ മോനെന്ന് വിളിച്ചിട്ട് പോലും മൂപ്പരെ വാപ്പ, അതായത് താജുദ്ദീൻ സുബുക്കി, തഖിയുദ്ദീൻ സുബുക്കി എന്ന രണ്ട് മഹാന്മാര് ചരിത്രമുണ്ട്. വാപ്പി മോനെയാണ്. അപ്പൊ ഒരു നായനെ പോലും നായന്റെ മോനെന്ന് വിളിച്ചപ്പോൾ അന്ന് വാപ്പ എന്ത് ചെയ്തു? മോനൊന്ന് ശാസിച്ചു, ആക്ഷേപിച്ചു. എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം എന്ന് വെച്ചുകൊണ്ട്. അപ്പൊ അതാണ് മാതൃക. അതല്ല, മുഹമ്മദ് നബിന്റെ മാതൃക ഉണ്ട്, ഹംസന്റെ മാതൃക ഉണ്ട്, അബൂബക്കറിന്റെ മാതൃക ഉണ്ട്. ഇതൊക്കെ ഹദീസിൽ സഹിഹായി കിടക്കുന്നോണ്ട് അത് വെച്ചിട്ടാണ് ഇവർ പറയുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്താ നമ്മള് ചെയ്യാ? ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, നിങ്ങളെ ഡ്രൈവിംഗ് നിർത്തിയതിന്റെ ശേഷം അതിന്റെ അറബിയോട് കൂടിയുള്ള കട്ടിങ് വിടണം. മലയാളം ഇംഗ്ലീഷൊക്കെ വിടണമെന്നില്ല, പക്ഷെ അറബി എന്തായാലും ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് അതിനെ പറ്റിയ തീരുമാനം പറയാൻ പറ്റുള്ളൂ. അതിന് തീരുമാനം പറയാനൊന്നുമില്ല. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിതപ്പോ വണ്ടി നിർത്തിയതാ, വീട്ടിലേക്ക് കേറുകയാണ്, ഇപ്പൊ തന്നെ പണി എടുത്തരാം. അപ്പൊ തന്നെ വിട്ടോളൂ ഇത് വാട്സപ്പിക്ക്. ഓക്കെ ശരി. ആയിക്കോട്ടെ.
ഇത് ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചു. ഞാൻ കിതാബ് വെച്ച് പരിശോധിച്ചിട്ടില്ല. ഈ ബുഖാരി ഫുള്ളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പറയുന്നത് ബുഖാരി 54-ാമത്തെ പേജിൽ 19-ാമത്തെ ഹദീസ് എന്നാണല്ലോ. തുടക്കത്തിൽ തന്നെ ഉണ്ടാവും, നോക്കാം. ബുഖാരി ബുക്ക് 84 ഹദീസ് 19. പക്ഷെ ഇതിങ്ങനെ ഞാൻ വായിച്ചപ്പോൾ ഇതിലിപ്പോൾ ആകുള്ളത് ഈ ഫാജിർ എന്നാണ്. ഫാജിർ എന്ന് പറഞ്ഞാൽ വഴിമാറി സഞ്ചരിക്കുന്നവൻ, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ തെമ്മാടിത്തരം ചെയ്യുന്നവൻ. അതന്നെ അതിന് മുഖത്തോട് മുഖം നോക്കി വിളിച്ചതാണോ, മറ്റുള്ളവരോട് പറഞ്ഞതാണോ, ഈ ഒന്നും കൂടി നോക്കണം. ഫാജിർ തെമ്മാടി, ഫാസിഖ് തെമ്മാടി എന്നൊക്കെ പറയും. അതൊരു വലിയ തെറിയൊന്നല്ല, അതൊരു ആക്ഷേപവാക്ക്, അത്ര അർത്ഥമുള്ളൂ. അതന്നെ വഹുവ റജുലുൻ, അദ്ദേഹം ഒരു റജുലാണ്. ഫാജിറുൻ, വഴിമാറി സഞ്ചരിക്കുന്ന, തെമ്മാടിയായ, ഫാസിഖായ, ഫാജിറായ. അത് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞതാണ്, മുഖത്തോക്കി പറഞ്ഞതല്ല. വഹുവ റജുലുൻ, അദ്ദേഹം എന്നാണ്. ഹുവ എന്നുള്ള ലമീർ ഓയിബാണ്, അതായത് ഹാലിറല്ല. മലയാളത്തിൽ പറഞ്ഞാൽ ദൂരമുള്ളതിനോടാ, നമ്മുടെ മുന്നിലുള്ളതിനോടല്ല. നമ്മുടെ മുന്നിലുള്ളത് ഹാജറായി എന്നറിയില്ല കോടതിയിൽ, അതല്ല, ഇത് ഓയിബ്, മറഞ്ഞ അതിനോടാ. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? ഞാൻ ഇത് കിതാബിൽ നോക്കി, ഇങ്ങനൊരു ഹെഡിങ് കണ്ടില്ല. ഇനി ഇല്ലയെന്ന് നിഷേധിക്കണമെന്നില്ല, ആയിരക്കണക്കിന് പേജുള്ളതല്ല, പക്ഷേ കണ്ടില്ല. നമ്മുടെ കിതാബ് കാണുമ്പോൾ എന്തെങ്കിലും തിരിമറി നടത്തിക്കണമെന്നൊക്കെ നമുക്ക് നോക്കിയാണ്. പക്ഷെ ഇങ്ങനെയൊന്നും കിതാബിൽ കണ്ടില്ല. ഞാൻ പ്രത്യേകം നോക്കിയത് ഹെഡിങ് ആണ്, ബാബു ഷുറൂത്തി ഫിൽ ജിഹാദി വൽ മുസാലഹത്തി മഅ അഹ്ലിൽ ഹർബി വ കിതാബത്തി ഷുറൂത്തി. അതൊന്നും കണ്ടില്ല. എന്താ കഥ? വലിയ ഹദീസ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അറബി ഭാഗം ഫുൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇട്ട് തന്നു, അത് പൂർണ്ണമായിട്ട് വായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം വരുന്ന, ഈ തെറി വിളിക്കുന്ന അബൂബക്കർ നേർ ഉറുവയെ തെറി വിളിക്കുന്ന ആ ഭാഗം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ഒരു സെൻറ്റൻസ്, 2 സെൻറ്റൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നു. എന്നിട്ട് നിങ്ങൾ അതിലൊന്നും കാണാതെ ഇതിൽ നിങ്ങൾ ഈ ഒരു നിസാരമായ വാക്ക് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണാത്തതായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഭാഗം മാത്രം, അതായത് വഖാല ലഹു അബൂബക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അറബി ഒറ്റ ലൈനിലാണ്. ആ ലൈൻ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം, എന്നിട്ട് ഒന്ന് വിശദീകരിക്കണം. ഇങ്ങനെ ഒരു സംഗതി ഹദീസിൽ ഞാൻ രീതിയിൽ കണ്ടിട്ടുണ്ട്. അതായത് അതിൻ്റെ റെഫറൻസ് രേഖകളിൽ കണ്ടില്ല, നിഷേധിക്കില്ല. ചിലപ്പം പല ഭാഗങ്ങളിലായിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ചില ഭാഗങ്ങളിലും ചിലപ്പം വേറെ കിതാബിലും ആവാം, ബുഖാരി എന്നുള്ളത് മാറി ഇതൊക്കെ ആവാം. ഇനി ഇല്ലാതിരിക്കാം, അതിനും സാധ്യത ഉണ്ട്. ഏതായാലും ഇതിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് ഇത് പ്രശ്നമൊന്നുമില്ല. നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിലും നിങ്ങൾ ഇസ്ലാമെന്ന് പോയ സ്ഥിതിക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞു പിടിക്കുക, ആ ഒരു തത്വം ശരിയല്ല. ഇസ്ലാമിലേക്ക് റിട്ടേൺ വരിക എന്നുള്ളതാണ് ഇരു ലോകത്തും നിങ്ങൾക്കുള്ളത് നല്ലത്. ഞാനിപ്പോൾ ഏതെങ്കിലും ഇസ്ലാമിൽ പോയി, അപ്പോൾ ഇനി പോയതിന് കാരണം വേണമല്ലോ എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും പോയി കുത്തുണ്ടോ എന്ന് തിരഞ്ഞു നോക്കുക. അപ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല. ഇതൊന്നും നേരെ വാക്കർത്ഥം കൊണ്ടുള്ള ഒരു പ്രയോഗമല്ല. അതിപ്പോൾ തെരിപത്തി അതാക്കാന്നുണ്ടാവും ഹദീസിൽ, അവൻ്റെ കൈ മണ്ണ് കുത്തട്ടെയാണ്. അത് നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് ആ അർത്ഥമുള്ളതിന്. ഇതുപോലെ തന്നെ ഇതും പോയി പണി വെക്കുക എന്നുള്ള അർത്ഥമുള്ളൂ. അല്ലാതെ ഇവിടെ എന്തില്ല, ഒരു ആക്ഷേപം ലക്ഷ്യമില്ല. ഇനി അതൊന്നുമല്ല, ഞാൻ ദുർവ്യാഖ്യാനിക്കുകയാണ് എന്ന് കൂട്ടുക. എന്നാൽ പോലും ഈ സംഗതിക്ക് എന്താ കുഴപ്പം? അന്യവർ ആവുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. സ്വന്തക്കാരുടേത് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നമുള്ളത്? അതിലൂടെ ഒരു സഹകരണവും ഒരു മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇദ്ദേഹം ഈ ഉറവ എന്ന് പറയുന്ന ആളെ കൊണ്ട് പൊതുവെ ആർക്കൊരു ഗുണമില്ല. ഇസ്ലാമികരമായിട്ടുള്ള വിശകലനം ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീട്ടുകാർക്കെങ്കിലും ഒരു ഉപകാരം നടക്കട്ടെ എന്ന് നിൽക്കുവാക്കല്ലോ. പക്ഷെ യഥാർത്ഥ മറുപടി ഇതൊക്കെ ഒരു ദേഷ്യത്തിലുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ ആ വാക്യാർത്ഥത്തിലേക്ക് അവിടെ എന്തില്ല, തിരിഞ്ഞു നോട്ടമില്ല. ഇനി എൻ്റെ ഈ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഞാൻ പറയട്ടെ. ഇവിടെ പാപസുരക്ഷിതർ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് പാപസുരക്ഷിതർ നബിമാരും
മലായിക്കത്തും മാത്രമുള്ളൂ. 100% ഗ്യാരണ്ടിയിൽ പാപ സുരക്ഷിതർ. മലയാളത്തിൽ പറഞ്ഞാൽ അതന്നെ പാപ സുരക്ഷിതർ. പിന്നെ നിങ്ങളിപ്പോഴും അതിൻ്റെ അർത്ഥം വെച്ച് തന്നില്ല. നമ്മൾ എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങിയത്? ഫോൺ സംഭാഷണത്തിൽ എന്താ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ, വിമർശിക്കുന്ന ആളുകൾ, അവരെ ചീത്ത വിളിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന രീതിയിൽ പല ആളുകളും എടുത്തുദ്ധരിക്കുന്ന, അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് ഉൾപ്പെടെ തന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ പരിശോധിക്കാനുള്ള വല്ല ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് വേറെ ഏതെങ്കിലും കിതാബിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഇത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ വിശദീകരിക്കുന്ന സുദീർഘമായ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ സാധനം തന്നത്. ആ ഹദീസിൻ്റെ പൂർണ്ണ രൂപം ആദ്യം നിങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ സംഭാഷണം ഉൾപ്പെടുന്ന 2 സെൻറ്റൻസ്, 2 പേരുടെ ഓരോ സംഭാഷണങ്ങൾ ചേർത്തിട്ടുള്ള ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലും അത് കണ്ടില്ല എന്ന രീതിയിൽ വോയിസ് ഇട്ട സമയത്ത് ഞാൻ ക്ലിയറായിട്ട് ആ ഭാഗം മാത്രം, ആ സെൻറ്റൻസ് മാത്രം നിങ്ങൾക്ക് എടുത്തു തന്നു. അപ്പോൾ അത് തെറിയാണോ? അത് തെറിയല്ലേ? അപ്പോൾ നിങ്ങൾ വളരെ ആലങ്കാരികമായിട്ടുള്ള ചെറിയ പ്രയോഗങ്ങളാണെന്ന് പറഞ്ഞു. നിങ്ങൾ ലഫ്ൽ അർത്ഥത്തിൽ അതിന് അർത്ഥം വെക്കുമോ? അതെന്താണ് നിങ്ങൾക്ക് പറ്റാത്തത്? അത് ചെയ്യുന്നത് മുഹമ്മദ് നബിയുടെ സാന്നിധ്യത്തിൽ അബൂബക്കർ ചെയ്യുന്നതാണ്. മുഹമ്മദ് നബിയുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് നബി അതിനെ എതിർക്കുന്നതായിട്ട് ആ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്ന് മാത്രമല്ല, ഇത് ഈ കേവലമായിട്ടുള്ളൊരു വ്യക്തിയോടുള്ള ദേഷ്യപ്രകടനം പോലും അല്ല. അത് തെറി വിളിക്കാൻ വേണ്ടി അവരുടെ ദൈവസങ്കല്പത്തെ കൂടി ചേർത്ത് വെച്ചിട്ട് അവരുടെ ലൈംഗികാവയവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വളരെ മോശമായിട്ടുള്ള തെറിപ്രയോഗം നടത്തുന്നു. അത് അന്യദേവതമാരെ, ദൈവങ്ങളെ നിന്ദിക്കരുത് എന്ന വചനം ഇറങ്ങിയിട്ട് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. ഇപ്പം അതിന് ന്യായീകരണമായിട്ട് നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഉറുവ എന്ന് പറയുന്നത് നാടിനും വീട്ടിലിരിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഉപകാരമില്ലാത്ത ആളാണ്, അതുകൊണ്ട് ചീത്ത പറഞ്ഞതാണ് എന്നാണ്. ഇതന്നെയല്ലേ എന്നെയൊക്കെ വിളിച്ച് തെറി പറയുന്ന ആളുകളുടെ ന്യായം? എന്താ തമ്മിൽ വ്യത്യാസം? അപ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച അർത്ഥം വെച്ച് അതിനെ ഒന്ന് നിങ്ങൾ എന്താ പറയുക, വളരെ സർഗാത്മകമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വ്യാഖ്യാനിച്ച് കേൾക്കാനൊരു താല്പര്യമുണ്ട്. അത് തെറിയല്ലെങ്കിൽ, അതൊന്നും അത്ര വലിയ പ്രശ്നമല്ലെങ്കിൽ പിന്നെ അതെന്താണെന്ന് നിങ്ങളൊന്ന് പറയൂ, കേൾക്കട്ടെ. എന്താ സുഹൃത്ത്, അതൊക്കെ ഇതൊന്നൊരു വലിയ ആഭ്യന്തര വിഷയമൊന്നുമല്ല. നിങ്ങളൊക്കെ ഒരു ബുദ്ധിമോശത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇസ്ലാമിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ മൂടി വെച്ച് ചീത്തത് നിങ്ങൾ ജനങ്ങളിൽ ഷെയർ ചെയ്യുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാവട്ടെ, കേരളത്തിൽ ഇപ്പോൾ അവരാണല്ലോ കൂടുതലുള്ളത്, അവർക്കൊക്കെ മുസ്ലിങ്ങളെ ദേഷ്യമുണ്ടാവുകയും ആ ദേഷ്യത്തോടു കൂടി പെരുമാറുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു തീവ്രവാദവും കലാപവും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതിന് വളം വെച്ച് കൊടുക്കുന്നവരാണ് ഇവിടുത്തെ നിരീശ്വരവാദികൾ. എന്ത് ത്യാഗം സഹിച്ചും അവർ ഇസ്ലാമിൻ്റെ പുയക്കുത്തുകൾ എന്ന് അവർക്ക് തോന്നുന്നത് പ്രചരിപ്പിക്കാൻ വേണ്ടി സമയം കാണുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആന് പാരായണം ചെയ്യലും പഠിക്കലും പഠിപ്പിക്കലും ഹദീസുകൾ റെഫറൻസ് ചെയ്യലും എല്ലാം പുണ്യമായ കാര്യമാണ്. എന്നിട്ട് പോലും നമ്മളൊന്നും സമയം ചിലവാക്കുന്നില്ല. ഇപ്പോൾ പല തിരക്കുകളിലും ഒക്കെ പെട്ട് പിന്നെ നമുക്കൊരു വിമർശന പഠനം എന്നുള്ള ചിന്തയും ഇല്ല. അതേസമയത്ത് നിങ്ങൾ ആയുസാകെ 60 വയസ്സുണ്ടാവും ഏറിയാൽ, അല്ലെങ്കിൽ അത്ര ഉണ്ടാവില്ല. അതിൻ്റെ അടിയിൽ തന്നെയുള്ള സമയങ്ങളും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജബ്ബാർ മാഷ് ഇപ്പോൾ ഇസ്ലാമിനെ തകർത്ത് കണ്ട് നരച്ചു. മൂപ്പര് മുഖേന മൂപ്പര് കുടുംബം പോലും ഇസ്ലാം വിട്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരാളും വിടൂല. വിട്ടോൽക്ക് ഇതെന്ത് ചെയ്യും? ഒരു തുരുപ്പിച്ചുവിട്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളായ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, പിന്നെ ചീത്ത കാര്യങ്ങളിൽ നിന്നുള്ള തടസ്സം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിക്കുന്നവർ ഇസ്ലാം വിടും. അപ്പോൾ അവരോട് ചോദിക്കും, എന്തിനാണ് ഇസ്ലാം വിട്ട്? ഇത്ര നല്ല മതം എന്തിന് വലിച്ചെറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി എന്ന നിലയ്ക്ക് നിരീശ്വരവാദികളിൽ നിന്ന് ആയവർ, പ്രത്യേകിച്ച് മുസ്ലിമിൽ നിന്നും പുറത്തു പോയവർ കുറച്ച് പഠിച്ചു വെക്കും. എന്നല്ലാതെ പഠിക്കുന്നതിന് നിങ്ങളുടെയോ ആരിഫ് ഹുസൈൻ്റെയോ ജബ്ബാറിൻ്റെ മാഷിൻ്റെയോ ഓൾഡ് അയ്യൂബ് മൗലവിയുടെയോ പ്രസംഗത്തിനൊന്നും ഒരു സ്വാധീനമില്ല. ഇസ്ലാമിന് വെറുപ്പുള്ള മുസ്ലിം നാമധാരികൾ ഇസ്ലാമിൻ്റെ നിയമത്തോടുള്ള വെറുപ്പ് ചിലപ്പം പ്രേമകല്യാണം തടസ്സം ചെയ്തിട്ടുണ്ടാവും, അന്യമതസ്ഥരെ പ്രേമിച്ചത് തടസ്സം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വൈരാഗ്യവും ആ ഒരു വിരോധമൊക്കെ കൊണ്ട് മതം വിട്ടവർക്ക്
നിങ്ങളെ ക്ലാസ്സൊക്കെ ചിലപ്പം പ്രചോദനമാകും. എന്നല്ലാതെ ഇസ്ലാം തകർക്കാൻ നിങ്ങളെത്ര ആൾ ഇറങ്ങിയാലും നടക്കൂല. കാരണം അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുപോലെ ഈ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാമാണ് ഖുർആൻ അവതരിപ്പിച്ചത്, അത് നമ്മൾ തന്നെ കാത്ത് സൂക്ഷിക്കുകയും ചെയ്യും. പിന്നെ മാത്രമല്ല, എല്ലാവരും മുസ്ലിമാവൂല. അത് സൂറത്ത് യൂസുഫിലില്ലേ, വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, വമാ അക്സറുന്നാസി അധിക ജനങ്ങളും, വലൗ ഹറസ്ത ബിമുഅ്മിനീൻ തങ്ങൾ ആഗ്രഹിച്ചാൽ പോലും മുഅ്മിനീങ്ങളാവില്ല എന്ന് നബിയോടാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നടക്കാനുള്ളതൊക്കെ നടക്കും. അതായത് നിങ്ങൾക്ക് എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് മാത്രം സംസാരിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇസ്ലാമെന്ന് തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർക്ക് കൂടുതൽ ഉപകാരം ചെയ്യണമെങ്കിൽ അതായിരിക്കും നല്ലത്, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് റിയാഖത്ത് അലി സാഹിബ്, ആർക്കോ വേണ്ടി നമ്മുടെ ആയുസ് ചിലവാക്കാതെ ചിന്തിച്ചുകൊണ്ട് മുന്നേറുക. ഇപ്പോൾ ഇസ്ലാമിൽ എത്ര ഉദ്യോഗസ്ഥരും മറ്റൊക്കെ ഉണ്ട്. നിങ്ങളെക്കാളും ഭൗതിക രംഗത്തിൽ ഉയർന്നു നിൽക്കുന്ന എത്ര ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ജനങ്ങൾ ഇപ്പോൾ അയ്യൂബ് മൗലവി ഇപ്പോൾ ഇസ്ലാമിക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത, അതായത് നിരീശ്വരവാദികൾ ചെയ്ത? ഇല്ലല്ലോ. ചെറിയ കോളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് മൂപ്പർ പറയുന്നുണ്ട്. അതല്ലാതെ ശാരീരികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു വിഷയത്തിൽ ബേജാറുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലേക്ക് തന്നെ മടങ്ങിയാൽ നിരീശ്വരവാദികളുടെ ഭാഗത്തുനിന്ന് ഒരു മർദ്ദനങ്ങളും നിങ്ങൾക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൻ്റെ ആരെങ്കിലും ചെയ്യുമോ എന്നായിരിക്കും. അതന്നെ പിന്നെ ഇസ്ലാമിക്ക് തന്നെ വന്നാൽ ചെയ്യൂലല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഓരോ വീക്ക്നെസ് മേൽ കൂടരുത്. അതായത് വീക്ക്നെസ് ഉണ്ടാവില്ല ഇസ്ലാമിൻ്റെ ഒരൊറ്റ നിയമത്തിനും. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നിക്കൂടാ ഇല്ല. അത് നമ്മുടെ പഠനത്തിൻ്റെയും നമ്മുടെ ചിന്തയുടെയൊക്കെ അവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതാണ് നല്ലത്. നിങ്ങളിലൊരു സൗമ്യത കാണുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് ഒരു കാര്യഗൗരവത്തോടു കൂടി വിഷയത്തെ സമീപിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് പറയുകയാണ്, മനുഷ്യനാണല്ലോ. അപ്പോൾ മരിച്ചു പോയി പിന്നീട് നമുക്ക് പിടുത്തം കിട്ടില്ല. അതേസമയത്ത് മതം, ദൈവം അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ മരിച്ചു പോയാൽ തന്നെ നമുക്കൊന്നും നഷ്ടപ്പെടാനെത്തില്ല. പക്ഷേ നേരെ വിപരീതം അതല്ലല്ലോ. അപ്പോൾ ഒന്ന് ചിന്തിക്ക്. ഈ ഒരു ഹദീസ് അങ്ങനെ വലിയ വിഷയമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അതിൻ്റെ പദമല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ആശയമാണ്. അതായത് പോയി പണിയൊക്കെ എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശം. ഇനി ചിലവർ അത് ലാത്തുണ്ടല്ലോ, മനാത്ത വിഗ്രഹം പഴയ കാലത്ത, അതിനെ പറ്റി പറഞ്ഞതാണെന്ന് ചിലവർ പറയുന്നുണ്ട്. അറബി പണ്ഡിതന്മാരൊക്കെ ചില വിവരണം കേട്ടപ്പോൾ ലാത്തൻ്റെ ആ ഒരു സെൻറ്റർ പോയിട്ട് ഇനി എന്ത് ചെയ്യും, ഉമ്മ വെക്ക്, അല്ലെങ്കിൽ ഓമ്പ് കുടിക്കൂ, ഈമ്പ്, ആ ഒരു മാനാണെന്നും പറയുന്നുണ്ട്. ഇനി ചിലവർ അത് ലാത്തുണ്ടല്ലോ, മനാത്ത വിഗ്രഹം പഴയ കാലത്ത, അതിനെ പറ്റി പറഞ്ഞതാണെന്ന് ചിലവർ പറയുന്നുണ്ട്. അറബി പണ്ഡിതന്മാരൊക്കെ ചില വിവരണം കേട്ടപ്പോൾ ലാത്തൻ്റെ ആ ഒരു സെൻറ്റർ പോയിട്ട് ഇനി എന്ത് ചെയ്യും, ഉമ്മ വെക്ക്, അല്ലെങ്കിൽ ഓമ്പ് കുടിക്കൂ, ഈമ്പ്, ആ ഒരു മാനാണെന്നും പറയുന്നുണ്ട്. വെക്ക്, അല്ലെങ്കിൽ ഓമ്പ് കുടിക്കൂ, ഈമ്പ്, ആ ഒരു മാനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ അത് പ്രവാചകരെ നിയമിച്ചത് തന്നെ ഉത്തമ്മിമലി മക്കാരിമിൽ അഖ്ലാഖ്, സമ്പൂർണ്ണമായ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ പ്രവാചകന്മാരിൽ നിന്നൊരിക്കലും വരില്ല ഇത്തരം കാര്യങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനല്ല, സ്വഹാബി ലീഡറാണ്. ദഹൽത്തിൽ നിന്ന് ഉള്ളതിന് അതാണ് വിശദീകരണം, വാക്കർത്ത ഉദ്ദേശമില്ലാന്ന്. ഈ ഫിർഔൻ്റെ അടുത്ത് പ്രവാചകന്മാരായ ഹാറൂൻ നബിയെയും മൂസാ നബിയെയും പ്രബോധനത്തിന് പറഞ്ഞയച്ചപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നിങ്ങൾ ആ ഫിർഔനിനോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുക. നിങ്ങൾ രണ്ടുപേരും മാന്യമായിട്ട് സംസാരിക്കുക, മൃദുലമായി സംസാരിക്കുക. എന്നാൽ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ചിന്തിക്കാം. ഫിർഔന് സ്വർഗത്തെ ആഗ്രഹിച്ച്, അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിച്ച്, അള്ളാഹുവിനെ പറ്റി പഠിച്ച് മുസ്ലിമായിരിക്കാം. അപ്പോൾ ഒന്ന് ചിന്തിക്ക്. ഈ ഒരു ഹദീസ് അങ്ങനെ വലിയ വിഷയമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അതിൻ്റെ പദമല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ആശയമാണ്. അതായത് പോയി പണിയൊക്കെ എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശം. ഇനി ചിലവർ അത് ലാത്തുണ്ടല്ലോ, മനാത്ത വിഗ്രഹം പഴയ കാലത്ത, അതിനെ പറ്റി പറഞ്ഞതാണെന്ന് ചിലവർ പറയുന്നുണ്ട്. അറബി പണ്ഡിതന്മാരൊക്കെ ചില വിവരണം കേട്ടപ്പോൾ ലാത്തൻ്റെ ആ ഒരു സെൻറ്റർ പോയിട്ട് ഇനി എന്ത് ചെയ്യും, ഉമ്മ വെക്ക്, അല്ലെങ്കിൽ ഓമ്പ് കുടിക്കൂ, ഈമ്പ്, ആ ഒരു മാനാണെന്നും പറയുന്നുണ്ട്.